ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് മാതാവ് ശൈലജ. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തത്. മുടിമുറിക്കാൻ നിർബന്ധിച്ച് മകളെ വിരൂപയാക്കാൻ ശ്രമിച്ചെന്നും അമ്മ ആരോപിച്ചു. എനിക്ക് ഉന്നതങ്ങളിലുള്ള അന്വേഷണം തന്നെ വേണം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊന്ന കാതകീയവൻ്റെ അച്ഛനെ അവനെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം മോനെ. വന്നിട്ട് ഞാൻ അടങ്ങൂ. എൻ്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടണം. അവനാ ഒരു നേരം പോലും ആ പൊടി കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല. വിഭജിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നാണ് ഷാർജയിലുള്ള ബന്ധു സന്ധ്യയുടെ പ്രതികരണം. അവൾക്ക് ഫിനാൻഷ്യലി ഇതില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ അവളെ എപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അവള് കുട്ടി ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു 3 മാസം. ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ അമ്മയുള്ളപ്പോൾ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറയുന്നത്. ഞാൻ ഇവൻ ഡൈവേഴ്സിന് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ജഡ്ജിയായിട്ട് വിളിച്ചു എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ അവള് ഫോൺ എടുത്തിട്ടില്ല. വിഭജികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ. രക്ഷകർത്താക്കൾക്ക് വലിയ പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വന്നിട്ടുള്ളത്. പാർട്ടിക്കും തന്നിട്ടുള്ള പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് നിശ്ചയമായും സർക്കാരും ബന്ധപ്പെട്ടവരെല്ലാം നടത്തുന്നത്. കുടുംബത്തിൻ്റെ ആവശ്യം നിശ്ചയമായും പരിഗണിക്കപ്പെടുന്ന നിലയിലത്തേക്കുള്ള നിലപാട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് പുതുതായി? ഉന്മേഷ്, ഈ വിഭജികയുടെ മരണത്തിൽ ദേശീയ തലത്തിലുള്ള അന്വേഷണം, അതായത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. CBI ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണം വേണം എന്നാണ് അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. ഇതിനായി കേരളത്തിലെ കൊല്ലം ജില്ലയിലെ MP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലത്തെ MP NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട ഈ കാര്യം ആവശ്യപ്പെടാനാണ് ഇവരുടെ തീരുമാനം. അത്തരത്തിൽ, അതായത് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്തുള്ള ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തിയതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ ഇവരുടെ ഈ പരാതിയിൽ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന 3 പേരും ഇപ്പോൾ വിദേശത്താണുള്ളത്. അതായത് ഭർത്താവ് നിതീഷ്, ഒപ്പം സഹോദരി നീതു, ഇവരുടെ പിതാവ് മോഹൻ, 3 പേരും ഇപ്പോൾ വിദേശത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ നാട്ടിലേക്ക് എത്തിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതിനുശേഷം നിയമ നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്നെ റീപോസ്റ്റ്മോർട്ടം, വിഭജികയുടെയും കുഞ്ഞ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമ്പോൾ നാട്ടിൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഈ കൂടുതൽ പരാതികൾ, ആരോപണങ്ങൾ ഇവർക്കെതിരെ ഈ കുടുംബം ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് വിഭജികയെ കടുത്ത രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിരുന്നു നിതീഷ് എന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ കുഞ്ഞിനെയും ഉപദ്രവിക്കും, അതുപോലെ തന്നെ കുഞ്ഞിനെയും ഭാര്യയെയും കൊലപ്പെടുത്തും എന്ന തരത്തിൽ പലതവണ ഭീഷണി ഉയർത്തിയിരുന്നതായും പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കടുത്ത സമ്മർദ്ദം മൂലമാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം, അതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും സമീപിക്കാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പരാതികളൊക്കെ തന്നെ ഇവർ അഭിഭാഷകർ മുഖേന അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉന്മേഷ്, ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സുജിത്ത്, ഇത്തരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ കുടുംബത്തിന് അറിവുണ്ടായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നോ? ഒരു പ്രശ്നപരിഹാര ശ്രമമൊക്കെ നടന്നതാണോ ഇക്കാര്യത്തിൽ സുജിത്ത്? ഉന്മേഷ്, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ആ 5 വർഷത്തിനിടയിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവർക്കും കൗൺസിലിംഗ് പോലും നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഒരു വിദേശത്ത് ഒരു ഫ്ളാറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നെങ്കിലും 2 മുറികളിലായി താമസിക്കുകയായിരുന്നു. ഈ പല രീതിയിലുള്ള മറ്റ് സ്ത്രീകളുമായി ഈ നിതീഷിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിലടക്കം വിഭജിക പറയുന്നുണ്ട്. കൂടാതെ വിഭജികയുടെ ശബ്ദ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടിരുന്നു. അത് ബന്ധുവായ ഒരു സ്ത്രീക്ക് അയച്ച സന്ദേശങ്ങളാണ്. അതിലൊക്കെ തന്നെ കൃത്യമായി ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങൾ അടക്കം പറയുന്നുണ്ട്. കൂടാതെ സ്ഥിരം മദ്യപാനിയാണ് ഈ നിതീഷ്. കൂടാതെ നിതീഷിന്റെ സഹോദരിയും അച്ഛൻ മോഹനും ചേർന്ന് നിരന്തരം ഇവരെ ഉപദ്രവിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഉപദ്രവിക്കുന്നതിന് കൂടാതെ ഈ മോഹനൻ പലതവണ ഒരു മകളോട് അല്ലെങ്കിൽ മരുമകളോട് പെരുമാറാൻ പാടില്ലാത്ത തരത്തിൽ സംസാരിച്ചിരുന്നു, പെരുമാറിയിരുന്നു എന്നും ഈ വിഭജിക നിതീഷിനോട് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ നിതീഷ് പരിഹാരം
പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കുടുംബാംഗങ്ങളുമായി കൂടുതൽ ചേർന്നുകൊണ്ട് ഈ വിഭജികയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പല ദിവസങ്ങളിലും വിഭജികയ്ക്ക് ഭക്ഷണം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി, പട്ടിണിക്കിടുന്ന സാഹചര്യങ്ങളുണ്ടായി. കൂടാതെ നിരന്തരം സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം കുറഞ്ഞുപോയി, വിവാഹം ആഡംബരപൂർവ്വം നടത്തിയില്ല, കാർ വിവാഹത്തിന് സമ്മാനമായി നൽകിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും കൃത്യമായി ഈ വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം പറയുന്നുണ്ട്. പിന്നെ അമ്മ ഇന്ന് നമ്മളോട് പറഞ്ഞത്, അമ്മ ശൈലജ പറയുന്നത് പ്രധാനമായും ഇപ്പോൾ ഈ മകളുടെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളൊക്കെ തന്നെ മകൾ ഫേസ്ബുക്കിലൂടെ കുറിച്ചപ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴാണ് അമ്മ അറിയുന്നത്. ആ വീട്ടിലെ വേലക്കാരിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അമ്മ അറിയരുത് എന്ന് വിഭജികയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. താൻ വിഷമിക്കും എന്നുള്ളത് കൊണ്ട് അമ്മ അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ബന്ധുക്കളിൽ പലരെയും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിഭജിക അറിയിച്ചിരുന്നു എന്നാണ് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഫേസ്ബുക്കിലൂടെയുള്ള ഒരു കുറിപ്പിലും ഒക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ ബന്ധുക്കളും പറയുന്നത്, വിദേശത്തുള്ള ബന്ധുക്കളും പറയുന്നത് വിവാഹമോചനത്തിനായി പലതവണ ഈ വിഭജിക ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ചില അഭിഭാഷകരെ വിളിക്കുകയും ചെയ്യുന്നു. ആ അഭിഭാഷകനും നമ്മോട് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഉന്മേഷ്, ശരി. സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്തുനിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ